ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ തുമ്പിയുടെ പ്രസവത്തോട് ബന്ധപ്പെട്ട വീഡിയോസാണ്. കുറേ ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിലേ ആയി പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോസാണ്. ഇപ്പോൾ തുമ്പി പ്രസവിച്ചിട്ട് ഏകദേശം ഒരു 6 ദിവസം 7 ദിവസമായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റിൽ പല വീഡിയോസ് ഇട്ടപ്പം ചോദിച്ചിരുന്നു തുമ്പി കൊടുക്കുന്നുണ്ടോയെന്ന്. നമ്മൾ തൽക്കാലം ഇവിടെ കൊടുക്കാൻ പ്ലാനില്ല, തൽക്കാലം കൊടുക്കേണ്ടതെന്നാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് NDDB തന്നെ 4012 എന്ന് വെച്ചിട്ട് ജനിച്ചത്. ആ കുട്ടിയെ നമ്മൾ ചിലപ്പം ഒരു 1-2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പാലുടിയൊക്കെ മാറി അതിനുള്ളിൽ നമ്മൾ ആരെങ്കിലും വളർത്താറുണ്ടെങ്കിൽ കൊടുക്കും. നിലവിൽ അവർക്ക് നമ്മളൊരു ദിവസം ഒരു 6 ലിറ്ററാണ് നിലവിൽ പാലിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രോത്തുള്ളൊരു കുട്ടിയാണ്. നമുക്ക് ജനിച്ചപ്പോൾ തന്നെ ഏകദേശം 30 കിലോളം വന്നിരുന്നു. ഇപ്പം നമ്മുടെ ബാക്കി ഇപ്പം കാത്തുവാണെങ്കിൽ 7ാമത്തെ മാസമാണ് കറവിടും ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ. അപ്പം നമുക്കിനി പാലിൻ്റെ ലോക്കൽ സെയിൽ കുറച്ചുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനലി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് തുമ്പി കൊടുക്കേണ്ടതാണ്. തുമ്പിക്കിപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും പീക്ക് മാക്സിമം പാല് കിട്ടുന്നൊരു പശുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് വയനാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഇവർക്ക് ഈ ഒരു പ്രസവത്തിൽ 30+ കിട്ടിയാണ്. ഇപ്പം നമുക്കൊരു 6 ദിവസമായപ്പോൾ തന്നെ നമ്മുടെ ക്ലൈമറ്റിലൊരു 21-22 ആണ് പെർ ഡേയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു 25+ എന്തായാലും പ്രതീക്ഷയുണ്ട്. എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പീക്കൊരു കിട്ടിയതിന് ശേഷം ഞാനൊരു ഫുൾ കറവ് വീഡിയോസ് ഇട്ടേക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ അച്ഛനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എക്സ്ട്രാ ഒരു കറവക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു തമിഴനാണ്. പയ്യൻ രാവിലെ 8 കറക്കും. അപ്പോൾ ആ പയ്യനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറവായൊക്കെ അതിൽ വീഡിയോ കാണിക്കാം. പെട്ടെന്ന് തന്നെ കറന്നെടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് ഫുള്ള് പാല് കറന്നെടുക്കുന്നുണ്ട് 2 നേരം. വൈകിട്ടാണെങ്കിൽ നമുക്കൊരു 8 ലിറ്ററിന് മേലെ ആയിട്ടുണ്ട്. 8-9 ലിറ്ററൊക്കെ വൈകിട്ടും രാവിലെ അതുപോലെ ഒരു 13 ലിറ്റർ വരെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 21+ എന്തായാലും വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു 7 ദിവസം ഒക്കെ ആവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുമല്ലോ. മാക്സിമം പതുക്കെ തന്നെ നമുക്കിവിടെ വീഡിയോസൊക്കെ വീഡിയോസൊക്കെ കാണിക്കാം. പിന്നെ ഇത് ഡെലിവറിയിട്ട് വന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ എന്നേ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അടുത്തായിട്ട് നമ്മൾ അമ്മു ഇപ്പം പ്രഗ്നൻ്റ് ആണ്. അമ്മുവിൻ്റെ പ്രഗ്നൻസി നമ്മൾ ടെസ്റ്റ് ചെയ്തു. അമ്മു അതിൻ്റെ രീതി തന്നെ ടോപ്പ് ക്വാളിറ്റി HF ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാത്തു അതുപോലെ തന്നെ 7 മാസം ചനയാണ്. പിന്നെ നമ്മുടെ ദേവസേന കടിഞ്ഞൂൽ ഇപ്പോൾ 2 മാസം പ്രഗ്നൻസി കൺഫേം ചെയ്തു. നിലവിൽ ഇനിയിപ്പോൾ കൺഫേം ചെയ്യാനുള്ളത് നമ്മുടെ കൊച്ചുതുമ്പി NDDBയുടെ 4016 അവർക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തിയ ശേഷം മാത്രമാണ് എനിക്കൊന്ന് കൺസീവ് ചെയ്യുള്ളൂ. അത്യാവശ്യം ഇതുവരെ നമ്മൾ ലാസ്റ്റ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൺസീവ് ആയിട്ടില്ല. അപ്പോൾ അടുത്ത ഹീറ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രോത്തിന് ശേഷം അടുത്ത കുത്തി വെക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാവരും പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ കല്ലു ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുണ്ട്. ദേവസേന 2 മാസം. ഇവിടിപ്പം 2 മാസം ആവുന്നുണ്ട്. 7 മാസം കറവ് വിടും. പിന്നെ ഇപ്പം തുമ്പി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിലി പുതിയ വിശേഷങ്ങൾ. എല്ലാ തരത്തിലുള്ള ഫാമിംഗ് അക്സസറീസും നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഓൾ കേരള ബേസിൽ കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇടുക. അതുപോലെ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഡയറി അക്സസറീസാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലിട്ട് തരും. നമ്മൾ DTDC കൊറിയേഴ്സാണ് നോർമലി അയച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മിനിമം 2 ദിവസം കൊണ്ട് ഓൾ കേരള സാധനം എത്താറുണ്ട്. പിന്നെ ചില കേസിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലും അയക്കാറുണ്ട്. ഇന്നിപ്പം തുമ്പിക്ക് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ട് ഒരു 6 ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു. മടിയൊക്കെ ഇറങ്ങി വരുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചുരത്തിയിട്ടില്ല. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പശുക്കൾ 9 മാസം തികഞ്ഞിട്ട് ഇപ്പം പാല് ചുവന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചില പശുക്കൾ 2-3-4 ദിവസം മുന്നേ ചുരത്തി കളയാറുണ്ട്. അപ്പം അങ്ങനെ കളയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രസവിച്ചിട്ടില്ല എങ്കിൽ മാക്സിമം ആ ദിവസം തന്നെ പ്രസവിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ പാല് കറക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ അവർക്ക് പാല് ചോർന്ന് പോയിട്ടില്ല. മടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, ചുരത്തി നിൽക്കുന്നുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ പാല് ചുവന്ന് കൊണ്ടുണ്ടെങ്കിൽ മാക്സിമം കറന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം 2-3 ദിവസം വരെയൊക്കെ പാല് അതിൻ്റെ കാമ്പിൻ്റെ കണ്ണ് തുറന്നിരിക്കുക എന്ന് പറയും. അപ്പോൾ ആ സമയത്തേക്ക് ഇൻഫെക്ഷൻ കയറി അകിടുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് 2 നേരം സാധാരണ കറക്കുന്ന പോലെ കറക്കുക എന്നുള്ളതാണ്. അപ്പം നോർമലി അത് പ്രസവിക്കുന്ന സമയത്തേക്ക് പ്രസവിക്കുകയുള്ളൂ. പിന്നെ നമുക്കിപ്പം ഏകദേശം അടുത്ത ദിവസം തന്നെ ഇവയ്ക്കൊരു പ്രസവത്തിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ കാണിച്ചു തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ 9 മാസം 6-7 ദിവസമായപ്പോൾ തന്നെ അടുത്ത ദിവസം രാവിലെ തൊട്ട് പെയിൻ കാണിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിപ്പോൾ 9 മാസം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പുറത്തിട്ട് കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയാണ് മാക്സിമം കെട്ടാറുള്ളത്. വീടിൻ്റെ എപ്പോഴും നമുക്ക് ഒബ്സർവേഷൻ എപ്പോഴും കാണുന്ന രീതിയിലേക്ക്. കാരണം എപ്പോഴാണ് ഇവർക്ക് പെയിനൊക്കെ വരികയെന്ന് പറയാൻ പറ്റില്ല. 9 മാസം മുതൽ 7 ദിവസം അങ്ങോട്ടോ 7 ദിവസം ഇങ്ങോട്ടോ നോർമലി വരാം. ചില പശുക്കൾ മാത്രം ഒരു 15, 10 ദിവസം 20 ദിവസം മുകളിലോട്ട് പോകാറുണ്ട്. എങ്കിലും നമുക്കൊരു 9 മാസം 7 ദിവസമായപ്പോൾ തന്നെ അവൾ പ്രസവം ലക്ഷണം തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രത്യേകിച്ച് അയ്യത്താണെങ്കിൽ തന്നെ നല്ല ഉണങ്ങിയ സ്ഥലത്ത് വേണം കെട്ടാൻ. പിന്നെ കുഞ്ഞിനെ ഇടുന്ന സമയത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ചാക്ക് നേരത്തെ ഡെറ്റോളിലൊക്കെ കഴുകി ഉണക്കി വെച്ചിരുന്ന ചാക്കാണ് എടുത്തത്. അതിലേക്കാണ് കുഞ്ഞിനെ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുഴയുടെ അയഡിൻ സൊല്യൂഷനൊക്കെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്.
കുഞ്ഞ് വന്ന ഉടനെ തന്നെ കുഞ്ഞിൻ്റെ പുക്കിളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ മുക്കി വെക്കാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് മുട്ടിന് നീര് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് അതിൻ്റെ പുക്കിളിൽ കൂടെ കയറിയിട്ടാണ്. അത് ശ്രദ്ധിക്കുക. നമ്മൾ പ്രസവിച്ചുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിലിടുക അല്ലെങ്കിൽ ചാണകത്തിലിടുക, തൊഴുത്തിൽ കിടക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യത്തെ 2-3 മണിക്കൂർ കൊണ്ടാണ് ഇത് സംഭവിക്കുക. പിന്നെ അത് പുക്കിൾ ഉണങ്ങും. എങ്കിലും ഒരു 3 ദിവസം 4 ദിവസം തൊട്ട് പശുക്കുട്ടികളുടെ മുട്ടിന് നീര് അങ്ങനെ വന്നിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് റിക്കവർ ആക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കുഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് കുഞ്ഞിനെ നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് സ്ഥലത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ ഒരു ചാക്കിലേക്കോ അങ്ങനെയുള്ളതിലേക്ക് എടുത്ത് വെക്കുക. പിന്നെ അതിൻ്റെ വരുന്ന സമയത്തേക്ക് അതിൻ്റെ തലയും കൈയും ഒക്കെ നേരിട്ടാണോ നേരെയാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ മുഖമൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ആക്കി വെക്കുകയാണ്. കറക്റ്റായിട്ട് തന്നെ ഇരുന്നതാണ്. എങ്കിലും തല അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു കുഞ്ഞിന്. അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. ഇവിടെ മുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യും. അപ്പം തന്നെ കുഞ്ഞ് തന്നെ വന്നോളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഒരു 10-20-30 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ജനിച്ചപ്പം തന്നെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വന്നുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ പുക്കിലേക്ക് നല്ല രീതിയിൽ അപ്പോൾ ഇയോഡിൻ സൊല്യൂഷൻ മുക്കി ചെയ്തിട്ട് പ്രത്യേകിച്ച് മാറ്റി പിന്നെ കറന്ന കുഞ്ഞിന് സെപ്പറേറ്റ് നമ്മൾ ബോട്ടിലാണ് പാല് കൊടുക്കുക. അളന്നാണ് നമ്മൾ കൊടുത്തന്ന് മുതൽ. പിന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ തേച്ച് വൃത്തിയായിട്ട് അവളെ കുളിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ്. കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ 3-4 ദിവസത്തേക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നടുവൊക്കെ കഴുകാറുണ്ട്. നടുവിന് മാത്രമായിട്ട് മടിയിലേക്ക് അധികം ചൂടുവെള്ളം വീഴാത്ത രീതിയിൽ നടുവിന് മാത്രം നമ്മൾ ചൂട് കൊടുക്കാറുണ്ട്. കാരണം പ്രസവിച്ചുകൊണ്ട് ഇവർക്ക് നല്ല പെയിൻ ആയിരിക്കുമല്ലോ. അത്യാവശ്യം ബാക്കൊക്കെ നല്ല വികസിച്ച് പിന്നെ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അത് അവർക്ക് ചെറിയ റിലാക്സിനേഷൻ വേണ്ടി നമ്മൾ എല്ലാ പശുക്കളും നമ്മൾ ഒരാഴ്ച വരെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതിൻ്റെ സമയത്ത് എന്തെങ്കിലും ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസോ കാൽസ്യം കൊടുക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഇവർക്ക് ഇച്ചിരി അത്യാവശ്യം വലിയ ഹെൽത്ത് വൈസ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും നമ്മൾ കുറച്ച് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഗ്ലൂക്കോസിൻ്റെയൊക്കെ ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം നമ്മൾ കറന്നിട്ട് കുട്ടിക്ക് നേരിട്ട് തന്നെയാണ് പാല് കൊടുത്തത്. പിന്നെ പുക്കിളിലൊക്കെയൊക്കെ നല്ല രീതിയിൽ നീര് ഇറങ്ങി തുടങ്ങി. ഇപ്പം നീരിന് നമ്മൾ ചെയ്യുന്നത് തന്നിന്തിരം തൈലവും തേനും കൂടെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ 100 ഗ്രാം തൈലമാണെങ്കിൽ 100 ഗ്രാം തേനൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 2-3 നേരത്തേക്ക് കറന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ 2-3 നേരം തേച്ച് കൊടുത്തതിന് ശേഷം കൂടുതലും മണ്ണിൽ തന്നെയാണ് കെട്ടാറുള്ളത്. പിന്നെ അത്യാവശ്യം ഉണങ്ങിയ സ്ഥലത്ത് മണ്ണിലാണെന്നുണ്ടെങ്കിലും ഈ വെള്ളത്തിലും ചെളിയൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് കെട്ടരുത്. പ്രസവിച്ചുടനെ കാമ്പിക്കൂടൊക്കെ ആയാലും ഒരുപാട് ഇൻഫെക്ഷൻ കയറാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഉണങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ ഉണക്കായതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അയ്യത്ത് മാക്സിമം മണ്ണിൽ തന്നെ നല്ല പുതമണ്ണുള്ള സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലത്ത് ഇടുക. പിന്നെ നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 2 നേരം നല്ല രീതിയിൽ കറക്കുക. ഫുള്ള് തീർത്ത് കറക്കും. തീർത്ത് കറന്നിട്ട് കുട്ടിയെ നമ്മൾ മാക്സിമം ഇതിനിട്ട് ഒരുപാട് ഇടിപ്പിക്കത്തില്ല. കാരണം മടിയൊക്കെ അത്രയും വേദന എടുത്തിരിക്കുമല്ലോ. നമ്മൾ മാക്സിമം ഫീഡിംഗ് ബോട്ടിൽ ഒരു 3 ലിറ്റർ വെച്ച് മാക്സിമം നമ്മൾ 2 നേരം 6 ലിറ്ററോളം പാലാണ് കൊടുക്കുന്നത്. NDD ഇവിടെ തന്നെ 40125 എന്ന് പറഞ്ഞിട്ട് ഒരു ബുള്ളിൻ്റെ കുട്ടിയാണ് നമുക്ക് കിട്ടിയത്. പെൺകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും മാക്സിമം നമ്മൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പാല് കൊടുത്ത് ഒരു രീതിയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അത്യാവശ്യം സ്വന്തമായിട്ട് ഫീഡൊക്കെ എടുത്തു തുടങ്ങി ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തും. ഓൾറെഡി നമുക്കൊരു 2-3 NDD കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരുപാടായതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നാൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഈ സമയമൊക്കെ ആണെങ്കിൽ ദൂരമുള്ളവർക്കും വാങ്ങാൻ സൗകര്യമാണ്. നമ്മൾ നേരത്തെ കുമ്മന്മാരൊക്കെ ഒരുപാട് ലോങ്ങിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെ വീടുകളിൽ കൊടുക്കുന്ന രീതിയിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട്. ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാക്സിമം നമുക്ക് ദൂരേക്കുള്ളവർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വെക്കുന്നത്. പിന്നെ ഇവളുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. നമ്മൾ മാക്സിമം തള്ളയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റിയിട്ട് നമ്മളുമായിട്ടാണ് ഒരു ബോട്ടിലുമായിട്ടാണ് അതിന് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരിക. കാരണം കൂടുതൽ നമ്മൾ പാല് കൊടുക്കുക നമ്മൾ നേരിട്ട് തന്നെയാണ്. കുട്ടിയിലേക്ക് ചേർത്താനായാലും നമ്മൾ മാക്സിമം അങ്ങനെ അടുപ്പിക്കാറില്ല. ഇടയ്ക്കൊക്കെ അടുപ്പിക്കും. എങ്കിലും പാല് മൊത്തത്തിൽ നമ്മൾ ബോട്ടിൽ തന്നെയാണ് തള്ളിൽ നിന്ന് നേരിട്ട് കുടിപ്പിക്കില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര ലിറ്ററാണ് കുഞ്ഞിന് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അതിന് ചില സമയത്ത് നമ്മൾ കൂടുതലാകാം, കുറവായി കഴിഞ്ഞാലും അതിൻ്റെ ഗ്രോത്തിന് ബാധിക്കും. കൂടുതലായി കഴിഞ്ഞാൽ കുഞ്ഞിന് ലൂസ് മോഷൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫീഡിൽ ബോട്ടിൽ അളന്ന് തന്നെ 2 നേരം കൊടുക്കുക. പിന്നെ കൃത്യമായി മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുത്ത് തുടങ്ങാറുണ്ട്. പിന്നെ തള്ളയ്ക്കായാലും 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. മാക്സിമം പിന്നെ ഫുഡെന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റഡ് ഫുഡാണ് ആദ്യത്തെ കുറേ അധികം സമയത്തേക്ക് കൊടുക്കുക. 2-3 ആഴ്ചത്തേക്ക് നമ്മൾ ലിമിറ്റഡ് ഫുഡാണ്. ഒരിക്കലും ഫുഡ് കൂട്ടരുത്. പിന്നെ കട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ ചെറിയ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതിന് ബോഡി വെയിറ്റിനും ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ ഉള്ളത്. പിന്നെ എത്രയാണോ പാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള ഫുഡ് മാത്രം കൊടുക്കുക. അല്ല ഓവറായിട്ട് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ കട്ടിയ ആഹാരങ്ങളായാലും ചോളപ്പൊടി അങ്ങനെ ഒരുപാടുള്ള അങ്ങനെ കൊടുക്കത്തില്ല. കൊടുക്കുന്നതിന് കൂടെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ആഹാരങ്ങളാണ് മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. എന്തായാലും കുട്ടിയും തല്ല എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. കുറേ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന വീഡിയോസായിരുന്നു. കുറച്ച് ഡിലേ ആയി, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത്. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇതുവരെ കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.